മേ കമിൻ സാർ? സാറേ ഞാൻ അശോകനായിരുന്നു. ഓക്കെ. പാല. സാർ അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാം. സാർ എങ്ങനെയുണ്ട് സെയിലൊക്കെ? അങ്ങനെ ഒന്നും കുഴപ്പമില്ലാവുന്നുണ്ട്. ഇപ്പം റേറ്റൊക്കെ അത്യാവശ്യം കയറുന്നൊരു ടൈമാണ്. ഓക്കെ. എന്തിനൊക്കെയാണ്? PVC ഒക്കെ റേറ്റ് അത്യാവശ്യം കയറുന്ന ടൈമാണ്. 5% ആവും ഇൻക്രീസ് ആവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ സാറേ സാറേ ഇലക്ട്രിക്കൽ പൈപ്പ്സ് ഏതാ ചെയ്യുന്നത് നമ്മുടെ കടയിൽ? ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ടോംസ് ചെയ്യുന്നുണ്ട്, സുപ്രീം ചെയ്യുന്നുണ്ട്. അപ്പം സുപ്രീമിൻ്റെ ഇലക്ട്രിക് പൈപ്പ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ വന്നു. സാർ ഓൾറെഡി എടുത്തു ഞാൻ അറിഞ്ഞു. സാറേ ഞാൻ കോൺഡ്യൂട്ടിൻ്റെ സാമ്പിൾ കൊണ്ടുണ്ടായിരുന്നു എനിക്ക്. ഇതാ നമ്മുടെ ഐവറി കളറാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് ലൈറ്റ് ഐവറി മാത്രമേ ഉള്ളൂ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ഇല്ലാത്തതിന് കാരണം എന്താ? ബ്ലാക്ക് ഇപ്പം സാധാരണ സാധനമായിരിക്കുമ്പം ഗവൺമെൻറ് പ്രോജക്റ്റ് അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ ഐവറിയാണ് ചോദിക്കുന്നത്. മാത്രമല്ല ഐവറി എന്ന് വെച്ചാൽ വെർജിൻ പ്ലാസ്റ്റിക് ആയിരിക്കും. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്ത ഏത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചും നമുക്ക് ബ്ലാക്ക് കളർ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അത് സുപ്രീം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ ഐവറിയാണ് സുപ്രീം പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ വെർജിൻ പ്ലാസ്റ്റിക് റേറ്റ് ഒരുപാട് കൂടുതലാകത്തില്ലേ? ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 2% 3% വ്യത്യാസമേ നമുക്ക് റേറ്റിൽ സാധാ പൈപ്പിനേക്കാളും വരുന്നുള്ളൂ. ഓക്കെ. അത്ര ഏതൊക്കെ സൈസ് ഉണ്ട്? നമുക്ക് ലൈറ്റ്, മീഡിയം, ഹെവി മുഖാത്തപ്പെട്ട് 20 to 50 mm വരെ നമുക്ക് പൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഫിറ്റിങ്സ് അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പ് ഫിറ്റിങ്സ്, ഡീപ്പ് ഫിറ്റിങ്സ്, അതുപോലെ തന്നെ കപ്ലിങ്, അവിടുത്തെ എല്ലാ ബെൻഡ് അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മളിതിൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി നമ്മൾ കറക്റ്റ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുമുണ്ട്. നമുക്ക് സാറിനിപ്പം എപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് സർട്ടിഫിക്കറ്റ് അറിയുകയും ചെയ്യാം. ഓക്കെ. ഇതിനടുത്ത് അപ്രൂവലുള്ള പൈപ്പല്ലേ? പിന്നെ എല്ലായിടത്തും പ്രൊജക്റ്റുകളെല്ലാം അപ്രൂവൽ പൈപ്പാണ്. ഓക്കെ. അപ്പോൾ കൂടുതലും ഐവറി കളർ സാർ ഇനി നമുക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ. ഇതിനകത്ത് ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം പ്രശ്നമായിരുന്നു. കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഐവറി പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫിറ്റിങ്സും നമുക്ക് അശോകയിലുണ്ട്. ശരി. സാറേ അടുത്ത ലിസ്റ്റ് എഴുതുമ്പം സുപ്രീം കോർഡിനേറ്റേഴ്സും കുറച്ച് ലിസ്റ്റ് എഴുതണേ. ഉറപ്പായിട്ടും ഞങ്ങളുടെ പ്രോജക്റ്റിലേക്കും അതുപോലെ തന്നെ റീറ്റെയിൽ സൈഡിലേക്കും നമ്മൾ മാക്സിമം കയറ്റി വിട്ടേക്കാം. ഓക്കെ. താങ്ക്സ്. ശരി, കാണാം സാറേ. താങ്ക് യു.